എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മുഖറബീങ്ങളായ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. നമ്മൾ സാധാരണ ഓതും കേൾക്കും, അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അനാദ്യനാണ്, അവന് തുടക്കമില്ല, അവൻ ഖദീം അസലാണ്, അവനില്ലാത്തൊരു സമയം എപ്പോഴും അല്ലാഹു തആല ഉണ്ടല്ലോ. അപ്പൊ ആ അല്ലാഹു തആല നബിതങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. ഇന്നല്ലാഹ, അവൻ സ്വലാത്ത് നിർവഹിക്കുന്നു. അപ്പൊ നേരത്തെ സ്വലാത്ത് നിർവഹിക്കുമോ? അള്ളാന്റെ ഹബീബ് ഉണ്ടോ? ഉണ്ട്. നബിതങ്ങൾ, ആ നബിതങ്ങളുടെ നൂറാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലൗഹും ഖലമും, അതുപോലെ മറ്റ് സർവ്വ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ്. അത് സംബന്ധമായ ഹദീസുകളുണ്ട്. ഇത് പരക്കെ അറിയപ്പെട്ട സംഗതിയാണ്, നിഷേധിക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതിനെ ആദ്യം പഠിച്ചത് അവ്വലുമാ ഖലഖല്ലാഹുൽ ഖലം എന്ന ഹദീസ് ഒന്നും അതിന് എതിരല്ല. അവ്വല്, ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യങ്ങൾ ഉണ്ടാകും. ഏറ്റവും ആദ്യം, നിരുപാധികം ആദ്യം. ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിലെ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ തുടക്കത്തിലെ ആദ്യമേ ഞാനുണ്ട് എന്ന് പലർക്കും പറയാം. ഒരാള് പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഉണ്ട്. ഒരൊറ്റ കുട്ടി ആ പ്രസംഗത്തിലും സദസ്സിലും വരുന്നതിന്റെ മുമ്പ് ആദ്യമായിട്ട് ഞാനുണ്ട്. വേറൊരാൾ പറഞ്ഞു ഞാനും ആദ്യം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാല് ആളുകളും വന്ന് നേതാക്കന്മാരൊക്കെ എത്തി, പണ്ഡിതന്മാരൊക്കെ എത്തി, ആ സമയത്ത് ഞാനുണ്ട്. വേറെ ആൾ പറഞ്ഞു ഞാൻ നേരത്തെ ആദ്യം ഉണ്ട്. അയാൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ആ യോഗത്തിന്റെ സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾക്കൊക്കെ ഞാനുണ്ട് എന്നാണ്. ആദ്യം പറഞ്ഞാണല്ലോ, അതാണ് ഏറ്റവും ആദ്യം, നിരുപാധികം എന്ന പോലെ ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് നൂറ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. അല്ലാഹു തആല സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മലക്കുകളെ സൃഷ്ടിപ്പിക്കപ്പെട്ടത് മുതൽ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി